it's amazing to listen to you about സദ്യ. കാരണം ഇത് ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, ഇത് കഴിക്കുന്നതിലും ഒരു പ്രോസസ് ഉണ്ട്. You need to know how to eat this thing. It's like I think I'm looking at സദ്യ in a very different way right now. എനിക്ക് ഇതുവരെ ഞാൻ കണ്ട സദ്യയിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സദ്യനെ പറ്റി പറയാനുണ്ടായിരുന്നു, ഒന്നുകൂടി കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതെ, അതിൽ സദ്യയിൽ ബേസിക്കലി ഇനി ഉള്ളത് നമ്മുടെ ഓരോ വിഭവത്തിനെ പറ്റി പറയാനുള്ളതാണ്. ആദ്യം നമുക്ക് പറയാനുള്ളത് സദ്യയിൽ മാത്രം, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സദ്യ കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം ഇരിക്കുകയും പിന്നെ എടുത്ത് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭവമാണ് ഈ ഓലൻ. ഈ സദ്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു അതിഥിയാണ്. ഇദ്ദേഹം വരുന്നു, നമ്മൾ ഇദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു, കഴിക്കുന്നു, ഹായ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ വീട്ടിൽ അമ്മമാരോ ഭാര്യമാരോ ഒക്കെ ഇത് ഉണ്ടാക്കി കുറച്ചെന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് കളയാം, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ തൊട്ടു നോക്കില്ല. പക്ഷെ ഈ ഓലന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ കുമ്പളം കൊണ്ടാണ് നമ്മൾ ഈ കുമ്പളങ്ങ കൊണ്ടാണ് നമ്മൾ ഈ ഓലൻ ഉണ്ടാക്കുന്നത്. ഇതിൽ പിന്നെ നമ്മൾ വൻപയറും കോക്കനട്ട് ഓയിലും ഇതൊരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ നമ്മുടെ ഈ എന്താ പറയുക ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നു. പിന്നെയാണ് നമുക്ക് കാളൻ വരുന്നത്. കാളനിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കാളനാണ്. ലൂസായിട്ടുള്ള ഒരു കാളനുണ്ട്, പിന്നെ കുറുക്ക് കാളനുണ്ട്. എൻ്റെ ഭാര്യ ഈ സമയത്ത് പറയണല്ലോ വളരെ നല്ലൊരു കാളൻ സ്പെഷ്യലിസ്റ്റാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ കാളൻ ഉണ്ടാക്കുന്നതിൽ പണ്ടത്തെ കാലത്തൊക്കെ കാളനാണ് ആദ്യം ഉണ്ടാക്കുന്നത് സദ്യക്ക് വേണ്ടി. തലേ ദിവസമേ ഉണ്ടാക്കും കാളൻ. ഒരു ദിവസം മുമ്പ് കാളൻ ഉണ്ടാക്കും. എന്നിട്ട് പണ്ടത്തെ കാലത്തൊക്കെ തണുപ്പ് ഇതാക്കാൻ വേണ്ടി കല്ലിന്റെ ഭരണി, കൽഭരണി, കല്ലുകൊണ്ടുണ്ടാക്കി ഒരു ഫുൾ പാത്രം, ഒറ്റ കല്ല്, നമ്മുടെ കരിങ്കല്ല് കൊത്തിയെടുത്ത്, ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഹെവി, നമുക്ക് എടുത്ത് പൊന്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതി. ഇതിൽ കാളൻ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക. ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ കാളൻ കേർഡ്, തൈര് ആണ്. പിന്നെ ചേനയാണ് അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോബയോട്ടിക് ഫുഡ് ദാറ്റ് വി ഹാവ്. നമ്മൾ ഈ പ്രോബയോട്ടിക്സ് വാങ്ങി കഴിക്കാൻ ഇപ്പൊ ഒരുപാട് പുറത്തൊക്കെ കുറെ സംഗതികൾ നമ്മൾ സപ്ലിമെന്റ്സ് വാങ്ങി നമ്മൾ കഴിക്കുന്നു. പക്ഷെ കാളൻ ആക്ട്സ് ആസ് എ പ്രോബയോട്ടിക്. അപ്പൊ നമ്മൾ ഫുൾ മീൽ കഴിക്കുന്നതിന് മുമ്പ് ഇത് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ തണുപ്പിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഇത് ചൂടാക്കുന്നില്ലല്ലോ കാളൻ, പിന്നെ നമ്മൾ ചൂടാക്കില്ല. കാളൻ ഒരു കുക്കിംഗ് പ്രോസസ്സിൽ തന്നെ ഒരുപാട് കാളൻ ചൂടാക്കില്ല. ഈ ചേന വേറെ തന്നെ കുക്ക് ചെയ്ത് അത് ഈ മിക്സിംഗ് ടൈമിൽ വരുന്ന സമയത്ത് നമ്മൾ ചട്ടിയിലിട്ട് ചൂടാക്കുന്ന ഒരു സംഗതിയല്ല ഈ കാളൻ. പിന്നെ അതിൽ വറവിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് വിളമ്പാൻ നേരത്താണ് ഈ വറവിടുന്നത്. പക്ഷേ ഈ സ്വതവേ ഓവർനൈറ്റ് ഇത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഫെർമെന്റേഷൻ ഹാപ്പൻസ് ഓവർനൈറ്റ്. അത് അങ്ങനെ വെച്ച് അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രോബയോട്ടിക്സ് ഉള്ളിൽ പോയി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ആദ്യം, നമ്മുടെ ഈ മന്ത്രിമാരൊക്കെ പോകുമ്പോൾ പൈലറ്റ് വണ്ടികൾ പോയില്ലേ, അങ്ങനെ പൈലറ്റ് വണ്ടിയായി പോയി ഈ സിസ്റ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി അതിൽ വേണ്ട ബാക്ടീരിയൊക്കെ അതിൻ്റെതായിട്ടുള്ള തനത് സ്ഥലങ്ങളിൽ ഈ ബാക്ടീരിയ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് ഒരുപാട് ചൂടാക്കാത്തത്, തിളപ്പിക്കാത്തത്. കാളൻ പിന്നെ ചൂടാക്കില്ല, നമ്മൾ ഒരിക്കലും കാളൻ ചൂടാക്കി കഴിക്കില്ല. ഈ പൈലറ്റ് വാഹനം പോയി ഇതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. പിന്നെയാണ് നമുക്ക് തോരൻ വരുന്നത്. ഈ തോരനിലേക്ക് താങ്കൾ കിടക്കുന്നതിന് മുമ്പ് ഇപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ് ഈ ഇത് ചെയ്യുന്നതെങ്കിൽ, അതായത് ആദ്യമേ പോയി ഇതൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വല്ലാത്തൊരു തോട്ട് പ്രോസസ് ഇല്ല അങ്ങനെ ഒരു ഭക്ഷണം, അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കിയതിൽ. യെസ്, ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ആരെങ്കിലും നിന്ന് എന്നാൽ ഇങ്ങനെ ചെയ്ത് കളയാം എന്നും പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അന്ന് നമ്മൾ ചർച്ച ചെയ്ത പോലെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിത്ത് ടൈം ആൻഡ് എറർ ഇത് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം. അപ്പോൾ ഓരോന്നൊക്കെ കഴിച്ചു നോക്കി ഇതിന്റെ പ്രത്യേകതകൾ അന്ന് മനസ്സിലാക്കി അങ്ങനെ ത്രൂ ട്രയൽ ആൻഡ് എറർ അങ്ങനെ വന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് അടുത്തതാണ് വരുന്നത് അഗെയിൻ എ പ്രോബയോട്ടിക് ഓർ ഒരു പ്രോബയോട്ടിക് എൻഹാൻസിങ് മീൽ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അവിയൽ. അവിയലിലും തൈരാണ് ഇതിൻ്റെ ബേസ്. അവിയലിൽ പലതരം നമുക്ക് ഈ വെജിറ്റബിൾസ് പോകുന്ന പല വിധത്തിലും തരത്തിലുള്ള വെജിറ്റബിൾസ് പോകുന്നതാണ്. അതിലൊരു ലേറ്റസ്റ്റ് അഡിഷനാണ് ക്യാരറ്റൊക്കെ അതിൽ വളരെ ലേറ്ററായിട്ട്, ക്യാരറ്റും ഈവൻ ഡ്രോംസ്റ്റിക്സും നമ്മുടെ മുരിങ്ങയ്ക്ക ലേറ്ററായിട്ട് ആഡ് ചെയ്തതാണ്. ആദ്യം ഈ രണ്ട് സംഗതികളും കാളനിൽ ഉണ്ടായിരുന്നില്ല, അവിയലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക് എക്സാമ്പിൾ ഓഫ് ഫോളിക് ആസിഡ് അപ്പാരന്റ്ലി.
അതിൽ ഒരുപാട് എന്താ പറയുക പ്രോബയോട്ടിക് എൻഹാൻസേഴ്സ്, അതുപോലെ ഡൈജഷനെ എന്താണ് പറയുക ഉത്തേജിപ്പിക്കുന്ന സംഗതികൾ, ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ അവിയലിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെയാണ് നമുക്ക് തോരൻ ആസ് എ വെരി സിമ്പിൾ. നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ സാധാരണ രീതിയിൽ ഒന്ന് എണ്ണയിൽ, നമുക്ക് ഇന്നത്തെ ക്യുലിനറി ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്റ്റിർ ഫ്രൈ, ഓക്കെ, ഓർ സോട്ടെ ഓർ സ്റ്റിർ ഫ്രൈ എന്ന് വെച്ചാൽ വളരെ കുറച്ച് എണ്ണയിൽ നമ്മൾ അതിനെ കലക്കിയെടുക്കുന്നത്. അതെ, അതിന് വരുന്നൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, എല്ലാ തോരനിലും വരുന്നൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ഗ്രേറ്റഡ് കോക്കനട്ട്. ഓക്കെ, തേങ്ങ ചിരവിയത് മിക്കവാറും എല്ലാ തോരനിലും നമുക്ക് കാണുന്ന ഒരു ഐറ്റമാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് വരുന്നൊരു കിച്ചടി. ഓക്കെ, കിച്ചടി എന്ന് പറയുന്നത് വെള്ളരിക്ക ആണ് കിച്ചടിയുടെ ഒരു മെയിൻ ഐറ്റം. ഇത് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കിച്ചടി നമ്മൾ എപ്പോഴും കൂട്ടിക്കലർത്തി പറയുന്ന സംഗതിയാണ്. കിച്ചടി ഈസ് മോർ ഓഫ് എ സവർ ടേസ്റ്റ് ഐറ്റം, whereas പച്ചടി ഈസ് മോർ ഓഫ് സ്വീറ്റ് ടേസ്റ്റിംഗ്. പച്ചടി മെയിൻലി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടി, മാംഗോ, നമ്മുടെ നമ്മുടെ ഈ പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന പച്ചടി, ഇതൊക്കെയാണ് നമ്മൾ ഈ ഫ്രൂട്ട് ബേസ്ഡ് ആണ് നമുക്ക് ഈ പച്ചടി വരുന്നത്. ഇപ്പൊ കുറെ സ്ഥലത്ത് പച്ചടി ഗ്രേപ്സ് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പച്ച ഗ്രേപ്സും ചുവന്ന ഗ്രേപ്സും ആയിട്ട് നമുക്ക് രണ്ട് ഇന്നോവേറ്റീവ് ഈ കാലക്രമേണ നമ്മളെ ഫ്രൂട്ട്സ് കൂടുതൽ അവൈലബിൾ ആയ സമയത്ത് നമുക്ക് ചെയ്യുന്നതാണ്. പിന്നെയാണ് നമ്മുടെ കിങ് ഓഫ് ഓൾ ദിസ്, ബട്ട് വിച്ച് വാസ് നോട്ട് ദെയർ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം, സാമ്പാർ. ഇത്ര കാലം നമ്മൾ ഇതിന്റെ മുകളിൽ സംസാരിക്കാൻ സാമ്പാർ. പക്ഷെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് പറയണ്ട, സാമ്പാർ സാമ്പാറിന്റെ ഒരു സാമ്രാജ്യത്തിന്റെ കഥ തന്നെ ഉണ്ടല്ലേ? അതെ, ഒരു സാമ്രാജ്യത്തിന്റെ, ഒരു അധിനിവേശത്തിന്റെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു എക്സ്പാൻഷൻ ഓഫ് ടെറിട്ടറിയുടെ, ഒരു മിക്സ് ഓഫ് കൾച്ചറിന്റെ, ഒരു എന്താണ് നാഷണൽ ഇന്റഗ്രേഷന്റെ ഒക്കെ കഥ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സാമ്പാറിലും ഈ പറയുന്നത് പോലെ സാമ്പാർ വളരെ സ്പെസിഫിക് ആയിട്ട് സദ്യയിലേക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിന്റെ ഒരു കാര്യം അതിലെ കായമായിരിക്കാം. കായം അസിഡിറ്റ. ഓക്കെ, കായം എപ്പോഴും നമ്മുടെ ഡൈജഷനെ ഏറ്റവും കൂടുതൽ ഒരു മരുന്ന് തന്നെയാണ് കായം. നമ്മുടെ ഡൈജഷനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി, നമ്മുടെ ഗട്ടിലുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളെ തീർക്കുന്ന ഒരു സംഗതിയായിട്ട് കായത്തിനെ സ്വതവേ നമ്മൾ പറയാറുണ്ട്, കായം ഇട്ടിട്ടുള്ള സംഗതി. പക്ഷെ കായം ഇട്ട് വേറൊരു സംഗതിയും കൂടി നമ്മുടെ സദ്യയിൽ പണ്ടേ അവൈലബിൾ ആയിരുന്നു. അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത്, ഈ സാമ്പാറൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചതിന് ശേഷം, ഇലയൊക്കെ വൃത്തിയായതിനു ശേഷം വരുന്നതാണ് രാജാക്കന്മാരുടെ എഴുന്നള്ളത്താണ്. പിന്നെ ഇത് പണ്ടൊരു കഥയുണ്ട്. ഒരു രാജാവ് ഒരു പ്രായമായിട്ടുള്ള ഒരാളെ സദ്യക്ക് ക്ഷണിക്കുന്നു, ഇദ്ദേഹം കഴിക്കുന്നു, വീണ്ടും ചോറിട്ട് കൊടുക്കുന്നു. അദ്ദേഹം 1-2 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും പറയുന്നു, ഇനി ഒരു ഇഞ്ച് സ്ഥലം കൂടി എനിക്കില്ല, എനിക്ക് ഇനി ഭക്ഷണം നിർത്താം, ഇനി ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു മണി അരിയും കൂടി ഞാൻ കഴിച്ചാൽ എൻ്റെ വയറ് പൊട്ടും, അത്രയും ഫുള്ളാണ്, ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് രാജാവിനോട് പറയാം. അപ്പോൾ രാജാവ് ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. പിന്നെയാണ് ഈ പായസം കൊണ്ടുവരുന്നത്, നല്ല അടപ്രഥമൻ കൊണ്ടുവരുന്നു. ഇദ്ദേഹം അത് മൃഷ്ടാന്നം കഴിക്കുന്നു, 2-3 ആവർത്തി വാങ്ങി കഴിക്കുന്നു. അപ്പോൾ രാജാവ് ചോദിക്കും, താങ്കളല്ലേ പറഞ്ഞത് ഒരു മണി അരിയും കൂടി കഴിച്ചാൽ എൻ്റെ വയറ് പൊട്ടുന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ ഇത്രയധികം പായസം കുടിക്കുന്നത്? അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരു ഹാളിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും മഹാരാജാവെ അങ്ങ് എഴുന്നള്ളി കഴിഞ്ഞാൽ എല്ലാവരും സൈഡിലേക്ക് മാറി നിൽക്കില്ലേ? അതിനായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ രാജാവായിട്ടാണ് നമ്മുടെ പായസത്തിനെ കാണുന്നത്. വണ്ടർഫുൾ ആൻസർ. അപ്പൊ ഈ ഒരു പായസം 3 തരത്തിലാണ്. നമ്മുടെ പ്രഥമൻ കൂടുതലുള്ളത്, അത് നമ്മുടെ ഈ റൈസ് ബേസ്ഡ് ആയിട്ടുള്ളതും ഒക്കെ, ഈ പാലട എന്നൊക്കെ പറയുന്നത് നമ്മുടെ എന്താ പറയാ ജാഗറിയാണ്. അതിനൊരു പാലൊക്കെ വരുന്നുണ്ടെങ്കിൽ ജാഗറിയാണ് അതിൻ്റെ ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു സംഗതി. ഇപ്പൊക്കെ ഒരുപാട് നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒറിജിനൽ സ്വീറ്റ്നർ എന്ന് പറയുന്നത് ജാഗറിയാണ്. ജാഗറി ബേസ്ഡ് ആണ് ഒരു തരത്തിലുള്ള പായസം. പിന്നെ വരുന്നത് പാല് ബേസ് ചെയ്തിട്ടുള്ള, പാല്
നമ്മുടെ കൗസ് മിൽക്ക് ഓർ കോക്കനട്ട് മിൽക്ക് ബേസ് ചെയ്തിട്ടുള്ള അത് ഈ പാൽപ്പായസങ്ങൾ, പലതരത്തിലുള്ള പാൽപ്പായസങ്ങൾ. മൂന്നാമത്തേതാണ് നമുക്ക് ഫ്രൂട്ട് ബേസ്ഡ് പായസങ്ങൾ, ചക്കപ്പായസം, മാമ്പഴ പായസം എന്നിങ്ങനെ പല സംഗതികൾ. ഈ പഴം പായസം, ഇതൊക്കെ നമ്മൾ ഈ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഫ്രൂട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള പായസം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവസാനമാണ് നമുക്ക് ആക്ച്വലി പുളിശ്ശേരി പറ്റി നമ്മൾ ആദ്യം പറഞ്ഞില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിശ്ശേരി ശരിക്കും ഇപ്പോഴാണ് വരുന്നത്. ഈ പായസമൊക്കെ കഴിച്ചതിന് ശേഷം അന്ന് നമ്മൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ, ചീസ് കൊണ്ട് അവര് നിർത്തും, നമ്മൾ മോര് കൊണ്ടാണ് നിർത്തുന്നത്. നമ്മൾ മോര് കൊണ്ടാണ് നിർത്തുന്നത്. പുളിശ്ശേരി മോര്, നമ്മുടെ സംഭാരം എന്ന് പറയുന്ന സംഗതി മോരും ചേർത്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടിക്കുന്ന, ആക്ച്വലി ചോറിൽ മിക്സ് ചെയ്ത് അധികം കഴിക്കാറില്ലെങ്കിലും കുടിക്കുന്നൊരു സംഗതിയാണ് രസം. രസം അവിടെയാണ് വരുന്നത്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ രസത്തിലുള്ള കുരുമുളകും അതിലുള്ള കൊറിയാൻഡർ, കൊത്തമല്ലി, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഡൈജഷനെ അതോട് പൂർത്തീകരിക്കും. നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യരുത് എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത് വരുന്നത്. ഇപ്പം ഡൈജഷനെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഈ രസവും ഒക്കെ ചേർത്ത് അവസാനം മോരും കൂട്ടി പുളിശ്ശേരിയും കൂട്ടി നമ്മൾ കഴിച്ചിട്ടാണ് നമ്മൾ ഈ സദ്യ തീർക്കുന്നത്. എന്നിട്ടിത് തീർന്നാലും നമ്മുടെ കാര്യം തീർന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ഇല മടക്കുന്നതിലൊരു ശാസ്ത്രം. സ്വതവേ ഇപ്പം മടക്കുന്നത് നമ്മൾ ഇല രണ്ട് ഭാഗങ്ങളുണ്ടാവും. അതിൻ്റെ വെയിൻ ഉണ്ടാവും നടുക്ക്. നമ്മൾ മുന്നോട്ട് മടക്കുകയാണ് ചെയ്യുക. സ്വതവേ മുന്നോട്ട് മടക്കി അതിൻ്റെ അർത്ഥം യൂണിവേഴ്സലി, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പോയാലാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ മനസ്സിലാവുക. നമ്മൾ മുന്നോട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്തിട്ടുള്ള ഭക്ഷണം തീരെ ഇഷ്ടമായിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. വേ ഓഫ് ടെല്ലിംഗ് ദ ഹോസ്റ്റ്. അപ്പോൾ നമ്മൾ അറേബ്യയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഗാവ നമുക്ക് തരും. അത് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഫില്ല് ചെയ്ത് നമുക്ക് തരും. നമ്മൾ അവസാനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് മതിയായെങ്കിൽ നമ്മൾ അത് ഇളക്കി കൊടുക്കണം. ദാറ്റ് ഈസ് എ സൈൻ ദാറ്റ് ഐ എം ഡൺ. എനിക്ക് ഇനി വേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഫോർക്കും നൈഫും നമ്മൾ ക്രോസ് ചെയ്ത് വെച്ചാൽ, സൈഡ് വൈസ് വെച്ചാൽ, അബ്സല്യൂട്ട് ക്രോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലൊക്കെ പല അർത്ഥങ്ങൾ നമ്മൾ ഇത് പറയുന്നത്. എപ്പിസോഡിലേക്ക് വരാം. അപ്പൊ സദ്യയില് ഈ ഇല മുന്നോട്ട് മടക്കി നമ്മൾ അതിനെ നമുക്ക് ഇതിന്റെ ഇഷ്ടം അനിഷ്ടം എന്താണെന്ന് വെച്ചാൽ കാണിക്കാം. പക്ഷെ ഇതിനൊരു ശാസ്ത്രം കൂടിയുണ്ട്. ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിലത്തിരുന്നിട്ടായിരുന്നു സദ്യ വിളമ്പിയിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിട്ടായിരുന്നു ആളുകളില്ലായിരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും. നടുക്കിലൂടെയുള്ള സ്ഥലത്ത് കൂടിയായിരുന്നു വിളമ്പലുകാർ പോകുന്നതും ആളുകൾ നടക്കുന്നതും ഇത് സെർവ് ചെയ്യുന്നതും. അപ്പൊ നമ്മൾ ഇല മുന്നോട്ട് മടക്കി കഴിഞ്ഞാൽ ഈ നടക്കുന്ന സ്ഥലത്തേക്കാണ് വല്ലതും അതിൻ്റെ അകത്ത് ഗ്രേവി ആയിട്ടൊക്കെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴുകി ഈ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇല മുന്നോട്ട് മടക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ പിന്നിലോട്ടാണ് മടക്കി നമ്മളെല്ലാം ഫിനിഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് എഴുന്നേക്കുന്നു, കൈ കഴുകുന്നു. പിന്നെ പണ്ടത്തെ ആളുകളാണെങ്കിൽ ഒന്ന് മുറുക്കും, എൻ്റെ ഇടയിൽ 4 കൂട്ടി ഒന്ന് മുറുക്കി കഴിഞ്ഞിട്ടാണ് ഈ സദ്യ പൂർത്തീകരിക്കുന്നത്. മുറുക്കുന്നതിന് കുറെ ശാസ്ത്രീയ വശങ്ങൾ, അതിന്റെ ബീറ്റിൽ ലീവ്സിന്റെ കുറെ ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നുണ്ട്. അടക്കയുടെ ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അത് പക്ഷെ ഒരു സദ്യയുടെ ഒരു ഇന്റഗ്രൽ പാർട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇപ്പൊ ഈ സദ്യ എന്ന് പറയുന്നത് ഇതൊരു മഹാസംഭവമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ വയറ്റിൽ നിങ്ങളെ ഡൈജഷൻ പ്രോസസ്സ് റെഡിയാക്കാനും വയറ് സെറ്റ് ചെയ്യാനും നല്ല കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിശപ്പുണ്ടാക്കാനുമായിട്ടുള്ള സാധനങ്ങൾ പോവുകയും പിന്നീട് പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെയുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയ സാധനങ്ങളും കഴിക്കുകയും അത് കഴിഞ്ഞ് ക്ലോസിംഗ് സെറമണി ഉണ്ട്. like you said, rasam and buttermilk and things like that comes. ഇതൊരു മൊത്തം ഒരു ഭയങ്കര ജേർണി തന്നെയാണ് വെറും ഒരു സദ്യ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത സാധനങ്ങളും ഒക്കെയാണ് താങ്കൾ ഇന്ന് പറഞ്ഞു തന്നത്. ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് അവർ ഓഡിയൻസ് ഓൾസോ വുഡ് ഹാവ് നെവർ തോട്ട് അബൌട്ട് തിങ്സ് ലൈക്ക് ദിസ്. പലർക്കും അറിവുണ്ടാകാം, പക്ഷെ മെജോറിറ്റിക്ക് അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാകാം. അപ്പൊ എല്ലാവരും എന്നെ പോലെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ബട്ട് സ്റ്റിൽ ഓണവും ഭക്ഷണവും തമ്മിൽ ഇത്രയും അധികം ഒരു ബന്ധം. എല്ലാ ഫെസ്റ്റിവലിനും ഭക്ഷണമുണ്ട്, പക്ഷെ ഓണമാണ് നമ്മളെ ഫീസ്റ്റിന്റെ അങ്ങേയറ്റം, റൈറ്റ്? സോ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് വാട്ട് യു സെഡ്. ഇതൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആകാം, അക്കോർഡിംഗ് ടു വാട്ട് യു ആർ റെഡ് ആൻഡ് വാട്ട് യു ഫിഗർഡ് ഔട്ട്. അതുകൊണ്ടാണ് ഈ ഭക്ഷണത്തിന്റെ ഒരു പരമ്പര തന്നെ. അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന കാണം വിറ്റും ഓണം ഉണ്ണണം
വേറെ ഒന്നും കാണും വിറ്റും വിഷു ഉണ്ണണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടണമെന്നോ നമ്മൾ പറയുന്നില്ല. കാണാൻ വിറ്റും ഇതൊക്കെ കൂടി വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് ഒന്ന് മുക്കണം, വീട് വിറ്റ് ക്രിസ്മസ് ആഘോഷണം, കേക്ക് കട്ടിയണം, അല്ലെങ്കിൽ പെരുന്നാളിന് നമ്മള് ബിരിയാണി ഉണ്ടാക്കണമെന്നൊന്നും പറയുന്നത്. ഈ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് അന്നത്തെ ഈ സ്ഥലത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം, ബിക്കോസ് ദാറ്റ് ഷോസ് പ്രോസ്പെരിറ്റി. ബിക്കോസ് നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞു, അരി എല്ലാവർക്കും, അല്ലെങ്കിൽ നെല്ല് അവൈലബിൾ ആണ്, നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞ് ചിങ്ങം, ഇപ്പോൾ കാർമേഘം ഒഴിഞ്ഞ് ചിങ്ങം പറന്നു എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ there has been a lot of watering of different plants. So vegetables നന്നായിട്ട് ഗ്രോ ചെയ്തിരുന്നേക്കാം, ഒരുപാട് വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സമയമായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ളത് they didn't have to go look around for or sourcing products or sourcing produce from elsewhere. എല്ലാം അവരുടെ മുറ്റത്ത് തന്നെ മേ ബി അവൈലബിൾ ആയിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരുന്നിരിക്കാം ഈ സമയത്ത് അവർ ഒരു ഫെസ്റ്റിവിറ്റി ആയിട്ടും അതിന് ഒരു ഫുഡായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ളത്. പണ്ട് ഫുഡ് വാസ് നോട്ട് വെരി അബണ്ടന്റ്. ഇന്നിപ്പോൾ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ഓണം ആഘോഷിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ബട്ട് there was one point of time in history where people struggled for one square meal. So അങ്ങനത്തെ സമയങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അന്ന് ഒരു സമയത്ത് വർഷത്തിൽ മേ ബി ജസ്റ്റ് വൺസ് അവർക്ക് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല, നമുക്ക് ഡെയിലി ഈ ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ലാത്തതിന്റെ പേരിൽ. പക്ഷെ അന്ന് അവർ അങ്ങനെ ആയിരുന്നിരിക്കില്ല. വളരെ അതിലും ഒരുപാട് പേരുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അവർക്ക് ഒരുപാട് സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്ന ആളുകളായിരുന്നിരിക്കാം. അപ്പൊ ഈ ഒരു ദിവസം ആയിരുന്നിരിക്കാം അവർക്ക് ആകെ കൂടെ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു സമയം നമ്മൾ ആലോചിക്കുമ്പോൾ. സോ ദാറ്റ് ഇസ് വെരി സാഡ് പാർട്ട് ഓൾസോ. Though we are celebrating it today, ഞാൻ ആലോചിക്കാം, താങ്കൾ പറഞ്ഞ പോലത്തെ ഒരു സെറ്റിംഗ് ആണ് അന്നെങ്കിൽ അവരുടെ ആ വർഷത്തെ ഏക ഒരു ഫുൾ മീൽ ആയിരിക്കണമല്ലോ അത് ആയിരിക്കാം. സോ ആസ് എ സൊസൈറ്റി അല്ലെങ്കിൽ ആസ് എ കമ്മ്യൂണിറ്റി അവർ ഒരുമിച്ച് വന്നുണ്ടാകാം. ദേ കുഡ് ഹാവ് ഗോട്ട് ടുഗെദർ. കാരണം ഇത്രയും സാധനം ഒന്നും ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. ഇറ്റ് ഹാസ് ടു ബി ഒരു കമ്മ്യൂണിറ്റി തന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഹോൾസം ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലത്തെ ആളുകൾ വിശ്വസിക്കുന്നത് ഇപ്പൊ സാത്വിക് മീലാണ്, വെജിറ്റേറിയൻ ഒരു എന്താ പറയുക ആയുർവേദിക് മീലാണെന്നൊക്കെ ഓണത്തിനെ പറ്റി പറയുമെങ്കിലും അല്ലെങ്കിൽ സദ്യയെ പറ്റി പറയുമെങ്കിലും സദ്യയിൽ എന്ത് കൊണ്ടുവന്നാലും ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാ. ബീഫോ ചിക്കനോ മട്ടനോ ഫിഷോ പൊട്ടേറ്റോ എന്ത് കൊണ്ടുവന്നാലും നമ്മൾ ആ സദ്യയിലെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം ദാറ്റ് commemorates a one-time feast of those people who might have struggled at one point of time. 3 നേരം ഭക്ഷണമില്ലാതെ അല്ലേ സ്ട്രഗിൾ ചെയ്ത ആൾക്കാരുടെ ഒരു ഒത്തുകൂടലും സന്തോഷിക്കലും ആയിരുന്നിരിക്കാം ഈ സദ്യ എന്ന് പറയുന്ന സംഭവം അല്ലേ. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യുവർ ഓൺ. ലൈക്ക് ഓൾവേസ് ഇത്രയും കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. കുറച്ച് ദിവസം എടുക്കും ഞാൻ അതൊന്ന് പ്രോസസ് ചെയ്ത് വരാൻ, കുറച്ച് എഴുതിയൊക്കെ വെക്കേണ്ടി വരും. ബട്ട് നൗ ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് അറ്റ് സദ്യ ഇൻ എ ഡിഫറെന്റ് വേ. നിങ്ങളും കുറച്ചൊക്കെ അങ്ങനെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ റിയലി വോണ്ട് വിഷ് യു എ വെരി വെരി ഹാപ്പി ഓണം, വെരി പ്രോസ്പെറസ് ഓണം. പഴയ പോലെ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വീണ്ടും ആ വണ്ണസും ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റിയായി സെലിബ്രേറ്റ് ഓണം, സെലിബ്രേറ്റ് ലൈഫ്. Thank you very much. I definitely wish everyone a very happy and prosperous ഓണം. എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ നല്ലൊരു ഓണം ആവട്ടെ. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നൊരു സമയമാണ് വയനാട്ടിലൊക്കെ. നമുക്ക് ഒരുപാട് പേര് നമ്മളിപ്പോൾ ഈ ഓണസദ്യയൊക്കെ പറ്റി പറയുമെങ്കിലും ഇപ്പോഴും ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവർക്കും ചെറിയൊരു സന്തോഷം ഈ ഓണത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷം, സമൃദ്ധി, ആയുരാരോഗ്യം എല്ലാം നേരുന്നു. ഓണാശംസകൾ. So hope to see you all on another episode of Food Myths, Chronicles of Food. Take care, have fun, enjoy, and have a great Onam.